പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് ഈ സമയത്ത് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കാരണം കഴിഞ്ഞ ദിവസവും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിലും പ്രധാനപ്പെട്ട 2 സംഭവങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും പത്രമാധ്യമങ്ങളിലൊക്കെ. കഴിഞ്ഞ ദിവസം ഒരു പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ ഒരു ആശുപത്രിയിൽ പ്രസവത്തിന് വേണ്ടി പ്രവേശിക്കുകയും വീട്ടുകാരെ അറിയിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം അല്പം കഴിഞ്ഞ് സ്ത്രീകളിരിക്കുന്ന വിശ്രമമുറിക്ക് അടുത്തുള്ള ഒരു ബാത്റൂമിൽ പോവുകയും ഒരു 10-20 മിനിറ്റ് ആ ബാത്റൂമിൽ ചിലവഴിക്കുകയും ആ ബാത്റൂമിൽ ക്ലോസറ്റിൽ തൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ പ്രസവിക്കുകയും പ്രസവിച്ച് ആ ക്ലോസറ്റിൽ ഇട്ടുകൊണ്ട് തന്നെ അതിനെ ഫ്ലഷ് ചെയ്യുകയും എന്നിട്ട് ഫ്ലഷ് ചെയ്തിട്ട് അത് പോകാത്തതിന് അവിടെയുള്ള മറ്റെന്തോ ഉപയോഗിച്ച് ശക്തമായിട്ട് അത് ക്ലോസറ്റിലേക്ക് തള്ളിവിടുകയും ചെയ്ത ദാരുണമായ ഒരു സംഭവം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൻ്റെ തൊട്ട് മുന്നത്തെ ആഴ്ച ഇതുപോലെ തന്നെ മറ്റൊരു സംഭവം. ഒരു സ്ത്രീ ആശുപത്രിയിൽ വന്ന് ബാത്റൂമിനടുത്തുള്ള ഒരു ബക്കറ്റിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ ജന്മം നൽകുകയും ആ ബക്കറ്റിൽ ഇട്ട് അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എത്ര വേദനാജനകവും ഭീതിജനകവുമായ കാര്യമാണ് ഈ കേൾക്കുന്നത്. 30 വർഷവും 35 വർഷവുമായി കുട്ടികളില്ലാതെ എല്ലാ പരിപാടികളും ചെയ്തിട്ടും എല്ലാ ചികിത്സകൾ നടത്തിയിട്ടും കുട്ടികളില്ലാത്ത ദമ്പതിമാരെ എനിക്കറിയാം. പേഴ്സണലായി അറിയുന്നവരുണ്ട് എനിക്ക്. ഇങ്ങനെയുള്ള ആളുകളുള്ള നമ്മുടെ നാട്ടിൽ ദൈവത്തിന്റെ വരദാനമായി കിട്ടുന്ന മക്കളെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്, അല്ലെങ്കിൽ കൊന്നുകളയുന്നത്? ഇത് തീർച്ചയായും മാതൃത്വത്തിനും മനുഷ്യത്വത്തിനും വിപരീതമാണ്. എങ്ങനെയാണ് ഒരു മാതാവിനെ ഒരു കുട്ടിയെ ഇങ്ങനെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുന്നത്? അതുപോലെ തന്നെ പല ഈ കുട്ടികളെ പരിപാലിക്കുന്ന കേന്ദ്രങ്ങൾക്ക് മുന്നിൽ കൊണ്ടുപോയി വെക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങൾക്ക് മുമ്പിൽ പ്രസവിച്ച ഉടനെയുള്ള ആ ചോരക്കുഞ്ഞിനെ കൊണ്ടുവെക്കുക. ഇങ്ങനെ ഒരു പ്രത്യേകമായ മാനസികാവസ്ഥ നമ്മുടെ യുവക്കൾക്കിടയിൽ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തീർച്ചയായും ചിന്തിക്കേണ്ടതുണ്ട്. കുട്ടികളില്ലാതെ ഒരു ഭാഗത്ത് ലക്ഷക്കണക്കിന് ആളുകൾ പ്രയാസപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹമായ കുട്ടികളെ നമ്മൾ തന്നെ ഇല്ലാതെയാക്കുകയാണ്. മനുഷ്യത്വം മരവിച്ചു പോകുന്ന അവസ്ഥയാണ് നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇത് നിയമത്തിൻ്റെ വഴിക്കും അതുപോലെ തന്നെ മനുഷ്യത്വത്തിൻ്റെ വഴിക്കുമൊക്കെ പരിഗണിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ഈ കുട്ടിയെ വേണ്ട എങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കാമല്ലോ. എന്തിനാണ് ഒരു കുട്ടിക്ക് ജന്മം നൽകിയതിനു ശേഷം പിന്നീട് ഇങ്ങനെ കൊന്നുകളയുന്നത്? താല്പര്യമില്ലെങ്കിൽ അതിന് സ്വീകരിക്കേണ്ട മാർഗങ്ങൾ സ്വീകരിക്കാമായിരുന്നല്ലോ. വളരെ വേദനാജനകമായ കാര്യമാണ്. തീർച്ചയായും ഞാൻ ഇത് പറയാനുള്ള കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ. എത്രയോ വർഷങ്ങളായിട്ട്, പ്രത്യേകിച്ച് 30-35 വർഷമായിട്ട് മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ ആളുകളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, അവരോട് സംസാരിച്ചിട്ടുണ്ട്, അവരുടെ വേദനകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായും നമ്മുടെ കേരളം ഉണരേണ്ടതുണ്ട്. സമൂഹത്തിൽ ഇത്തരം വിഷയങ്ങളിൽ നല്ല അവബോധങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. തീർച്ചയായും മറ്റൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം.